ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ബീഹാർ സന്ദർശനത്തിന് തുടക്കമായി. നാളന്ദ സർവകലാശാലയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ദുബായ് തീരത്തിന് സമീപം കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഇന്ന് മഹാവീർ ജയന്തി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ബീഹാർ സന്ദർശനത്തിന് തുടക്കമായി. രാജ്ഗിറിൽ നാളന്ദ സർവകലാശാലയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. നാളെ കർണാടകയിലെ തുങ്കുരുവിലെ ശ്രീ സിദ്ധഗംഗ മഠത്തിൽ ശ്രീ ശ്രീ ശിവകുമാര മഹാസ്വാമിജിയുടെ ഗുരുവന്ദന ചടങ്ങിലും 119ാമത് ജയന്തി ആഘോഷത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുന്നു. വോട്ടെടുപ്പിന് ഇനി 9 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. LDFന്റെ പ്രചാരണാർത്ഥം മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് നാളെ കോട്ടയത്ത് പ്രചാരണത്തിനെത്തും. NDAയ്ക്കു വേണ്ടി ഖുശ്ബു സുന്ദർ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ മാവൂർ റോഡിൽ പ്രചാരണം ആരംഭിച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നവീൻ ഇന്ന് കൊല്ലത്ത് വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. UDFനു വേണ്ടി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂരിലും കോഴിക്കോടും പ്രചാരണം നടത്തുകയാണ്. കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇന്ന് കോട്ടയത്ത് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. 3 മുന്നണികളിൽ നിന്നുമുള്ള പ്രമുഖ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിന് പുറമെ പുതുച്ചേരിയിലും അസമിലും ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലും നിയന്ത്രണമുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. കേരളത്തിൽ മുതിർന്ന പൌരന്മാരുടെയും ഭിന്നശേഷിയുള്ളവരുടെയും വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. 85 വയസ്സിന് മുകളിലുള്ളവർ, 40% മേൽ ഭിന്നശേഷിയുള്ളവർ, കിടപ്പ് രോഗികൾ എന്നിവർക്കാണ് ഹോം വോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേകം മൊബൈൽ പോളിംഗ് ടീം വീട്ടിൽ എത്തിയാണ് വോട്ടിംഗ് നടത്തുന്നത്. 1.45 ലക്ഷം മുതിർന്ന പൗരന്മാരും ഭിന്നശേഷിയുള്ള 62,159 പേരുമാണ് സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലായി ഹോം വോട്ടിംഗ് നടത്താനുള്ളത്. ഇന്നലെ വരെ 10,922 പേരാണ് വീടുകളിലെ വോട്ടിംഗ് സൗകര്യം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. ആകെ 2,227 ടീമുകളെയാണ് വീടുകളിലെ വോട്ടെടുപ്പിനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഇന്നലെ 10,922 പേർ ഹോം വോട്ടിംഗ് ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 85 വയസ്സിന് മുകളിലുള്ള 7,561 പേരും ശാരീരിക പരിമിതിയുള്ള 3,361 പേരും വോട്ട് ചെയ്തു. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർക്കായി പോസ്റ്റൽ വോട്ടിംഗ് കേന്ദ്രങ്ങളുടെ പട്ടികയും സമയക്രമവും പ്രസിദ്ധീകരിച്ചു. ഫയർഫോഴ്സ്, എക്സൈസ്, KSEB, KSRTC, വാട്ടർ അതോറിറ്റി, റെയിൽവേ, BSNL, മാധ്യമങ്ങൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ചെയ്ത വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കാണ് ഈ സൗകര്യം ലഭിക്കുക. ഇന്നു മുതൽ ഏപ്രിൽ 6 വരെ വോട്ടിംഗ് കേന്ദ്രത്തിൽ നേരിട്ടെത്തി വോട്ട് രേഖപ്പെടുത്താം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9-ന് എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലെ വോട്ടർമാർക്കായി സൗജന്യ യാത്രാ പദ്ധതിയുമായി യൂബർ ഇന്ത്യ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോളിംഗ് ശതമാനം ഉയർത്താനും എല്ലാവരുടെയും വോട്ട് ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം. വോട്ടർമാർക്ക് യൂബർ ആപ്പിലൂടെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആദ്യത്തെ 2 കിലോമീറ്റർ യാത്ര സൗജന്യമാണ്. ദേവികുളം നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് തീയതി അടുക്കുന്തോറും മുന്നണികളുടെ പ്രചാരണം അത്യന്തം വാശിയേറിയ ഘട്ടത്തിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രത്യേകതകളും രാഷ്ട്രീയ സമവാക്യങ്ങളും ഇക്കുറി മണ്ഡലത്തിൽ പ്രവചനാതീതമായ പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. വിസ്തൃതി കൊണ്ട് സംസ്ഥാനത്തെ വലിയ മണ്ഡലങ്ങളിലൊന്നായ ദേവികുളത്ത് ഇത്തവണ പോരാട്ടം കനക്കുകയാണ്.
തോട്ടം തൊഴിലാളികളും ആദിവാസി വിഭാഗങ്ങളും കർഷകരും നിർണായക ശക്തികളായ ഈ മണ്ഡലത്തിൽ വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് A രാജിയും UDF സ്ഥാനാർത്ഥി F രാജിയും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന S രാജേന്ദ്രനും തമ്മിലുള്ള ത്രികോണ മത്സരത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. വന്യജീവി ശല്യം, ഭൂവിഷയങ്ങൾ, അടിസ്ഥാന വികസനം എന്നിവ മുൻനിർത്തിയാണ് മുന്നണികൾ വോട്ട് തേടുന്നത്. വരും ദിവസങ്ങളിൽ പ്രമുഖ നേതാക്കളെ കൂടി എത്തിച്ച് പ്രചാരണം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ദുബായ് തീരത്തിന് സമീപം കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായതായും ജീവനക്കാർ സുരക്ഷിതരാണെന്നും ദുബായ് അധികൃതർ അറിയിച്ചു. അതേസമയം നാശനഷ്ടങ്ങൾ എണ്ണ ചോർച്ചയിലേക്ക് നയിച്ചേക്കാമെന്ന് കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകി. ജൈനമതത്തിലെ അവസാനത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരന്റെ ജന്മവാർഷികമായ ഇന്ന് രാജ്യം മഹാവീർ ജയന്തി ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ ജനങ്ങൾക്ക് മഹാവീർ ജയന്തി ആശംസകൾ നേർന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന വേനൽ മഴയിൽ കുട്ടനാട്ടിൽ നെൽകൃഷിക്കും വാഴകൃഷിക്കും വൻ നാശം. പലയിടങ്ങളിലും പുഞ്ചക്കൊയ്ത്ത് നിലച്ചു. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊയ്ത്തിനായി പാടശേഖരങ്ങളിലേക്ക് ഇറക്കിയ യന്ത്രങ്ങൾ കരക്ക് കയറ്റി തുടങ്ങി. വൈദ്യുതി ഇല്ലാത്തതിനാൽ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം വറ്റിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വൈദ്യുതി കുടിശ്ശികയുമുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ് പലയിടങ്ങളിലും നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ്. മഴയെ തുടർന്ന് മില്ലുടമകൾ വലിയ തോതിൽ കിഴിവ് ആവശ്യപ്പെടുന്നത് തർക്കങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. നെല്ല് സംഭരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം രംഗത്തിറങ്ങിയിട്ടുണ്ട്. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ആനയിറങ്കൽ ഡാമിന്റെ ഷട്ടറുകൾ നാളെ തുറക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ ഘട്ടം ഘട്ടമായാണ് വെള്ളം പുറത്തേക്കൊഴുക്കുക. നിലവിൽ 1227.07 മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ്. വൈദ്യുതി ഉൽപ്പാദനത്തിനായി പൊന്മുടി ഡാമിലേക്ക് ജലം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഡാം തുറക്കുന്ന സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പൂപ്പാറ, രാജകുമാരി, രാജാക്കാട് മേഖലയിലുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ചെന്നൈ ഉയർത്തിയ 128 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 12.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 12 പന്തിൽ 52 റൺസ് നേടിയ വൈഭവ് സൂര്യവംശിയാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ. ചെന്നൈക്കായി അൻഷുൽ കാംബോജ് 2 വിക്കറ്റുകൾ വീഴ്ത്തി. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,480 രൂപയും ഗ്രാമിന് 13,685 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി മറയൂരിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. മറയൂർ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കയറിയ കാട്ടുപോത്ത് ഏറെ നേരം ഓഫീസിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. വനം വകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ പരിശ്രമിച്ചാണ് പുറത്തിറക്കിയത്. തുടർന്ന് സമീപത്തെ ഹോട്ടലിൽ കയറിയ പോത്ത് അവിടെയുണ്ടായിരുന്ന ഉപകരണങ്ങളും ഫർണിച്ചറുകളും തകർത്തു. പ്രദേശത്ത് വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ബീഹാർ സന്ദർശനത്തിന് തുടക്കമായി നളന്ദ സർവകലാശാലയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്നു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ദുബായ് തീരത്തിന് സമീപം കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഇന്ന് മഹാവീർ ജയന്തി. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.